ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന LDC എക്സാമിൻ്റെ പ്രൊഫഷണൽ ആൻസർ കീയാണ്. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം മാലിദ്വീപ്. താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തിയാരെന്ന് തിരിച്ചറിയുക. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ആരാണ്? VP മേനോൻ. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നേറ്റോയുടെ ആസ്ഥാനം എവിടെയാണ്? ബ്രസൽസ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. യോഗക്ഷേമ സഭ VT ഭട്ടതിരി. ഓപ്ഷൻ സി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഒന്ന് മാത്രമാണുള്ളത്. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നത്? അതാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ എ. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. എനിക്ക് ശേഷം പ്രളയം ലൂയി 15. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ? കേക്ക് കഴിച്ചുകൂടെ? മേരി ആൻറ്റോയിനറ്റ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. 2, 3 ശരി. പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെ കടന്നുപോകുന്നു? ഗ്രീൻവിച്ച്. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഒഡീഷ. എൽനിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിലെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? തെക്കേ അമേരിക്ക. വേനൽക്കാലത്ത് വടക്കൻ സമുദ്രങ്ങൾ വീശുന്ന കാറ്റിൻ്റെ പേര് ലൂ. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. 1991 ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെൻറ് സ്വീകരിച്ച അടിയന്തര നടപടിയാണ് വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി. ഹരിത വിപ്ലവത്തിൽ നേട്ടങ്ങളെപ്പറ്റിയുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്തത്. ഗ്രാമീണ അസമത്വം. സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറംകരാർ നൽകൽ രംഗത്ത് ഇന്ത്യ മുൻപന്തിയിൽ എത്താൻ സഹായിച്ച വസ്തുതകൾ: വൈദഗ്ധ്യമേറിയ മനുഷ്യവിഭവങ്ങൾ, കുറഞ്ഞ വേതന നിരക്ക്. ഓപ്ഷൻ സി. 1, 2. ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്തത്. ദേശീയ വരുമാനത്തിൻ്റെ പ്രധാന പങ്ക്. ഇന്ത്യ ഗവൺമെൻറ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത: പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യമായ വിദ്യാഭ്യാസം നൽകുക. നീതി ആയോഗിൻ്റെ ചുമതലയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നു. പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത് ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക. താഴെ പറയുന്ന ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമ സേവനം നൽകുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും. വ്യവസായശാലകളിലെ തൊഴിലാളികൾ, ഭിന്നശേഷിക്കാർ. ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമ സേവനം നൽകുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും, വ്യവസായശാലകളിലെ തൊഴിലാളികൾക്ക്, ഭിന്നശേഷിക്കാർ. ഓപ്ഷൻ ഡി. ഓൾ ഓഫ് ദി എബോവ്. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവട് ചേർക്കുന്ന ശരിയായ പ്രസ്താവനയിൽ തന്നിരിക്കുന്നത് ഓപ്ഷൻ എ എന്നാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ ആണ്. ഇത് രണ്ടും ക്യാൻസൽ ആകാൻ ചാൻസ് ഉണ്ട്. അത് കംപ്ലൈൻറ്റ് കൊടുത്താൽ മതിയാവും. ആൻസർ ഇല്ലാത്തതാണ്. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ ശരിയായത് 2, 3 ശരിയായിട്ടുള്ളത്. മൗലിക അവകാശങ്ങൾ, നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നെടുത്തത് മൗലിക അവകാശങ്ങൾ, നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ: കേവല ഭൂരിപക്ഷ സമ്പ്രദായം, നിയമനിർമ്മാണ പ്രക്രിയ. ഓപ്ഷൻ ബി. ഭരണഘടനയിലെ 19-ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന: സഞ്ചാര സ്വാതന്ത്ര്യവും സംഘടന രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഓപ്ഷൻ ബി. 1, 3 വരുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത്? കമ്മീഷനിൽ 5 അംഗങ്ങളാണുള്ളത്. സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി 1 അംഗമാണ്. കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 1, 3 ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെൻറ്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഓൾ ഓഫ് ദി എബോവ് ആണ് വരുന്നത്. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധ്യക്ഷൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റംഗങ്ങൾക്കും തുല്യ അധികാരമാണുള്ളത്. അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത്? ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ്. 1, 2 ആണുള്ളത്. ഭരണഘടനയിലെ 73-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന: പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെക്കുറിച്ച് പറയുന്നു. ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു. 1, 3 വരുന്നത്. 11-ാം ഷെഡ്യൂളിലാണ് 73-ാം ഭേദഗതി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ തന്നിരിക്കുന്നത് തെറ്റാണിത്. അപ്പോൾ ആൻസർ വരുന്നത് 1, 3 ഓപ്ഷൻ സി. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന:
സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. ധനകാര്യ മന്ത്രാലയത്തിൻ്റെ റവന്യൂ വകുപ്പിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത്. മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയേത്. കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. സംസ്ഥാന ഭരണനിർവഹണത്തിൻ്റെ തലവൻ ഗവർണറാണ്. ഓപ്ഷൻ എ 1, 3 ആണ് വരുന്നത്. താഴെ പറയുന്നത് മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത്. ശരീര താപനില നിയന്ത്രിക്കുക. താഴെ പറയുന്നതിൽ കാൽസ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഓസ്റ്റിയോപൈറോസിസ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മഴക്കാടുകൾ. ഏതുതരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്? അപൂരിത കൊഴുപ്പ്. ജനിതക എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയായ CRISPR-Cas9 ഏത് മേഖലയിലാണ് വലിയ പ്രതീക്ഷ നൽകുന്നത്? ക്യാൻസർ ചികിത്സ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി അയോട്ട. ഡെങ്കിപ്പനി പരത്തുന്നത് ഏതുതരം കൊതുകുകളാണ്? ഈഡിസ് ഈജിപ്തി. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡ്. ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവത്. ധ്രുവപ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട്. ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില 0 ആയിരിക്കും. 1, 3. ഓപ്ഷൻ സി. h ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം h/2 സഞ്ചരിച്ച് കഴിയുമ്പോൾ അതിൻ്റെ സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവും തമ്മിലുള്ള അനുപാതം 1:1 ആയിരിക്കും. താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെയുള്ള ശബ്ദതരംഗങ്ങളുടെ പ്രവേഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക. 2, 1, 3 എന്നാണ് വരുന്നത്. വായു, ശുദ്ധജലം, സമുദ്രജലം. ഇന്ത്യയുടെ സൗരമിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നും അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൻ്റെ 1% ഓപ്ഷൻ ഡി. ഇന്ത്യയുടെ സൗര മിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൻ്റെ 1%. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ സൗരോർജ്ജ വികസനത്തിനായുള്ള സ്ഥാപനത്തിൽ പെടാത്തത് NLCIL. ഓപ്ഷൻ സി ആണ് വരുന്നത്. താഴെ പറയുന്നതിൽ ഏത് സംയുക്തത്തിൻ്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത്? അമോണിയയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൾപ്രേരകമാണ് സ്പോഞ്ചി അയൺ. കെലാമിൻ എന്നത് സിങ്ക് എന്ന ലോഹത്തിൻ്റെ അയിരാണ് കെലാമിൻ. താഴെ പറയുന്നത് തെറ്റായ പ്രസ്താവന. അറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ. ഓപ്ഷൻ സി. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക്ക് ആരംഭിച്ച സ്ഥലം ബാംഗ്ലൂർ. താഴെ പറയുന്നത് ഏതാണ് ചന്ദ്രയാൻ 3 മിഷൻ റോവർ? പ്രഗ്യാൻ. കൂത്തിനുപയോഗിക്കുന്ന പ്രധാന ഉപകരണം മിഴാവ്. 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിൻ്റെ കർത്താവ് രാമവർമ്മ അപ്പൻ തമ്പുരാൻ. വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടു? കഥകളി. മഹാകവി പി കുഞ്ഞിരാമൻ നായരെക്കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആറ്റൂർ രവിവർമ്മ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം 1973. 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഇന്തോനേഷ്യ. മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രിയ AS. സെൻസിറ്റീവായ ബാങ്ക് ഓൺലൈൻ പേയ്മെൻറ്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇത് ഫിഷിംഗ് ആണ്. പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങൾ ഏതാണ് നെറ്റ്വർക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്ന റൗട്ടർ? ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഡാം ഒരു മാൽവെയർ ആണ്. യഥാർത്ഥ ലോകത്ത് വിർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലോഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതികവിദ്യയുടെ പേരാണ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പു നൽകുന്നില്ല? ചൂഷണത്തിനുള്ള അവകാശം. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു. 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിൻ്റെ 10ാം വകുപ്പ്. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും? മജിസ്ട്രേറ്റിന്. 2005 വിവരാവകാശ നിയമത്തിൻ്റെ 2ാം വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു. മുകളിൽ പറഞ്ഞവയെല്ലാമാണ് വരുന്നത്. ജോലി രേഖകൾ എന്നിവയുടെ പരിശോധന, രേഖകളുടെ ചാർജുകൾ, എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കൽ, മെറ്റീരിയലിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ. 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തുന്നു. 30 ദിവസം. പോക്സോ നിയമപ്രകാരം കുട്ടി എന്നത് 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയും. ദേശീയ വനിതാ കമ്മീഷൻ 2024 അധ്യക്ഷനായ രേഖ ശർമ്മ.
ഒരു ബഹുഭുജത്തിൻ്റെ പുറം കോണുകളുടെ തുക അതിൻ്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണെങ്കിൽ ബഹുഭുജത്തിന് എത്ര വശം? 3 വശം. 12 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക 1800. 2, 5, 8 എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് 2500? 17-ാം പദം. 8% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 25,000 രൂപ നിക്ഷേപിച്ചാൽ 2 വർഷത്തിന് ശേഷം ലഭിക്കുന്ന തുക 4160. ഓപ്ഷൻ ബി. 2 × 1/2 the whole square minus 1 × 1/2 the whole square 4. ഓപ്ഷൻ ബി. 1 × 2, 2 × 3, 3 × 4 etc. എന്ന ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക 440. ഒരു ചതുർഭുജത്തിലെ കോണുകൾ 1:2:3:4 ആയാൽ വലിയ കോൺ എത്ര? 144. ഒരു സംഖ്യയോട് 1 കൂട്ടിയതിൻ്റെ വർഗ്ഗമൂലത്തിൻ്റെ വർഗ്ഗമൂലം 3 ആയാൽ സംഖ്യ ഏത്? 80. ഒരു വൃത്തസ്തൂപികയുടെ ആരം 2 മടങ്ങും ഉന്നതി 3 മടങ്ങും വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം 12 മടങ്ങായി വർദ്ധിക്കും. ചിത്രം എ സി ബിയുടെ അളവ് 260 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ എ സി ബിയുടെ അളവ് എത്രയാണ്? 50 ഡിഗ്രി. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ ഡോഗ് ഇൻ ദ മാനേജർ പോളിസി? എ man who prevents others from enjoying something. Spot the error. Although he left home early, but he reached school late. Option B ആണ് വരുന്നത്. Facsimile means exact copy. Navin said, "Need I go at once?" Navin asked if he had to go just then. Option D. None of the workmen arrived. Option C ആണ് വരുന്നത്. Did the leptospirosis is related to rat? Dash bird in hand is worth 2 in bush. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് 2 in the bush. ഹി ഈസ് ബീങ് അക്യൂസ്ഡ് ഓഫ് തെഫ്റ്റ്. ഓപ്ഷൻ എ. ദേ ഹാവ് കോൺടാക്റ്റഡ് എവരിവൺ കൺസേൺഡ് ഹാസ് ബീൻ കോൺടാക്റ്റഡ്. ഓപ്ഷൻ സി. താഴെ പറഞ്ഞ ശരിയായ വാക്യപ്രയോഗം. കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. താഴെ പറഞ്ഞ പൂജക ബഹുവചനത്തിന് ഉദാഹരണം സ്വാമികൾ. ഓപ്ഷൻ എ. വേദത്തെ സംബന്ധിക്കുന്നത് വൈദികം. ക്ഷണികം എന്ന പദത്തിൻ്റെ വിപരീത പദം ശാശ്വതം. താഴെ പറഞ്ഞതിൽ നിലാവ് എന്ന പദത്തിൻ്റെ ശരിയായ പദങ്ങളേവ? നിലാവ്, ചന്ദ്രിക, കൗമുദി. അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? മുഴുവൻ കൊള്ളയടിക്കുക. താഴെ പറഞ്ഞതിൽ ശരിയായ പദം കണ്ടെത്തുക. ഭഗവത്ഗീത. ഓപ്ഷൻ സി. വിണ്ടലം, വിൻ പ്ലസ് തലം. ഓപ്ഷൻ എ. തലവേദന, തലയിലെ വേദന. ഓപ്ഷൻ സി. ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ഏത്? മാലേയം. നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.